കോഴിക്കോട് കൊടിയത്തൂരിൽ റോഡ് മുറിച്ച് കടന്ന കുഞ്ഞിന് മുൻപിൽ ബസ് നിർത്തി രക്ഷകനായി മാറിയ ഡ്രൈവർ ഷിനോജിന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ ആദരം. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ആദരവ് നടത്തിയത്. അമിത വേഗത അപകടം വിളിച്ചു വരുത്തുമെന്നും ഉദ്യോഗസ്ഥർ ഓർമ്മിപ്പിച്ചു. ഒരു പിഞ്ചു കുഞ്ഞിന്റെ ജീവന് മുൻപിൽ ഒരു ബസ് ഡ്രൈവർ ഇന്നലെ സഡൻ ബ്രേക്ക് ഇട്ട ദൃശ്യം നമ്മളെല്ലാവരും ഇന്നലെ അത് കണ്ടതാണ്. വളരെയധികം വൈറലായി. ഒരേ സമയം ആ സംഭവത്തിൻ്റെ ഞെട്ടൽ എല്ലാവരും പറയുന്നുണ്ട്. അതോടൊപ്പം ആ ബസ് ഡ്രൈവറെ എല്ലാവരും അഭിനന്ദിക്കുന്നതും നമ്മൾ ഇന്നലെ കണ്ടു. ഇന്ന് കോഴിക്കോട്ടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഷിനോജിനെ, ആ ബസ് ഡ്രൈവറായിട്ടുള്ള ഷിനോജിനെ ആദരിക്കുകയാണ്. ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള വിനു ജോസ് മാതൃഭൂമി ന്യൂസിനൊപ്പം ചേരുന്നുണ്ട്. ശരിക്കും ഇന്നലെ എല്ലാവരും കണ്ടൊരു ദൃശ്യമാണ്. ഭയങ്കര അത്ഭുതപ്പെടുത്തിയൊരു ദൃശ്യമാണ്. അതെ, തീർച്ചയായും നമ്മളെ മനസാക്ഷിയൊക്കെ നമ്മൾ ഒരു സമയത്തേക്ക് അല്പം ഞെട്ടിക്കുന്ന തരത്തിലുള്ളൊരു വിഷ്വലാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാനത് വീഡിയോ കണ്ടപ്പോൾ തന്നെ ഞാൻ ഷിനോജിനെ വിളിച്ച് അഭിനന്ദിച്ചിരുന്നു. ഈ ഡ്രൈവിങ്ങിനോടുള്ള താല്പര്യം കൊണ്ടാണ് അദ്ദേഹം ബസ് ഓടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമാണ് ഇത്തരത്തിലുള്ള അപകടത്തിൽ നിന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സാന്നിധ്യം കൈവിടാതെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ഈ ഇവരുടെ ബസ് നിർത്തി സുരക്ഷിതമായിട്ട് നിർത്തി ഈ അവിടുത്തെ വന്ന മാതാപിതാക്കളോട്, കുട്ടിയുടെ മാതാപിതാക്കളോട് സംസാരിക്കുകയും ഈ ബസ്സിലുണ്ടായിരുന്ന ബാക്കിയുള്ളവരെ സുരക്ഷിതമായ സ്ഥലത്ത് എത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം ട്രിപ്പ് അവസാനിപ്പിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ റോഡ് സേഫ്റ്റി മന്തായിട്ട് ആചരിക്കുകയാണ്. കേരളത്തിലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമായിട്ടുള്ള പല സ്ഥലങ്ങളിലും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ റോഡ് സേഫ്റ്റി മന്തിൻ്റെ കൂടി ഭാഗമായിട്ട് ഷിനോജിനെ ഈ പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചിട്ട് ആദരിക്കാനായിട്ട് തീരുമാനിക്കുകയും അപ്പോൾ ഇന്ന് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി നമ്മുടെ ഭാഗമായിട്ടുള്ള ഒരു മൊമെൻറ്റോയും ഒരു പൊന്നാടയെ കാണിച്ചുള്ള ആദരിക്കലാണ് ഇന്നിവിടെ ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഷിനോജ് ഈ സംഭവം ഇവരൊക്കെ നമ്മൾ കണ്ടത്, ഈ സംഭവം ഉണ്ടായതിനു ശേഷം 2 ദിവസം വീട്ടിലിരുന്നു, പുറത്തേക്ക് ഇറങ്ങിയില്ല, ഞെട്ടൽ മാറിയില്ല എന്നൊക്കെയാണ് ഇന്നലെ പറഞ്ഞു കേട്ടത്. ഇപ്പോൾ എന്ത് തോന്നുന്നു അഭിനന്ദനമൊക്കെ വന്നപ്പോൾ? ഞെട്ടൽ എന്താ പറയുക, നമ്മളൊരു 2 ദിവസം ലീവ് എടുത്തു, ഒരു ഒന്ന് കൂളാകാൻ വേണ്ടി, അത്രേ ഉള്ളൂ. വേറെ ലീവ് എടുത്ത് ഇന്നലെ വണ്ടി കയറി. ഇത് പിന്നെ 2 ദിവസം ലീവാണ് ഓൾറെഡി. എന്ത് പറയാനാ, ഞെട്ടലായിട്ട്. കാരണം രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വലിയ വണ്ടിക്കാർക്ക് എങ്ങനെയായാലും കുടുങ്ങിക്കഴിഞ്ഞാൽ, തട്ടിലും ആക്സിഡൻറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കേ കുറ്റം ഉണ്ടാവുള്ളൂ. ഇത് രക്ഷിതാക്കൾ നോക്കേണ്ട കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. അപ്പോൾ രക്ഷിതാക്കൾ നോക്കണം കാര്യങ്ങൾ. അപ്പം അതിനുവേണ്ടി ഒരു മാതൃകയായി എന്താ പറയുക, ദൈവം കാത്തു ഒരു കുഞ്ഞിനെ രക്ഷിച്ചു. അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കുക എല്ലാവരും. എന്തായാലും ഷിനോജിനെ ആദരിക്കൽ ചടങ്ങാണ് ഇന്ന് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ നടത്തിയത്. ക്യാമറമാൻ ജസ്റ്റിൻ മാത്യുവിനൊപ്പം ഇംതിയാസ് കരീം.